പെട്ടെന്ന് പോ. എല്ലാ കസ്റ്റമേഴ്സിനെ വിളിച്ചോണ്ട് വാ. കഥവ് പെതുക്കെ തുറക്കാവോ, അല്ലെങ്കിൽ എല്ലാരും കമന്നടിച്ച് വീഴും. Come on girls, എത്ര സമയം ഇവിടെ തന്നെ ഇരിക്കും? നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ. ഇത് കഴിച്ച ശേഷം നമുക്ക് പോകാന്നേ. ഇത് കഴിക്കാനാണോ നീ ഇവിടെ വന്നത്? ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ശരി, എനിക്ക് ഒരുപാട് വൈകി. നിങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നോ? ഞാൻ പുറപ്പെടുക. നീ എന്തിനാ ഇവിടെ കുറ്റിയടിച്ചു പോലെ നിൽക്കുന്നത്? നീ ഷോപ്പിംഗ് പോണെന്ന് പറഞ്ഞതല്ലേ, വാ നമുക്ക് വേഗം പോവാം. ഹേയ് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഇവിടെ എന്ത് രസാ. എന്താ നീ പറഞ്ഞ? എന്തിനാ അങ്ങനെ പറഞ്ഞ? നീ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഞാൻ ഇപ്പൊ വരാം. അല്ല, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സാം എന്നാ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എങ്ങനത്തെ മ്യൂസിക് ഇഷ്ടം? ശരി, ഓക്കെ, ബൈ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശരിക്കും ഉത്തരം പറയണം. ഓക്കെ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇന്നെന്താ ഇവിടെ ഓവർ ആക്ടിങ് ചെയ്യുന്നത്? എല്ലാ ആണുങ്ങളടുത്ത് പോയി സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അവരുടെ മനസ്സിൽ ഇതുപോലെ എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായി കാണും. ശരിയാ നീ പറഞ്ഞത്. ഇനിയിപ്പോ ഷോപ്പിംഗ് പോവാമോ? ഇത്ര സമയം ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ആ ബോയ്സിന്റെ അടുത്തൊക്കെ നീ എന്താ പറഞ്ഞത്? എന്റെ ഫ്രണ്ട് ആകാൻ യോഗ്യത ആർക്കുണ്ടെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഇനി ഞാൻ എല്ലാവരോടും ഫ്രണ്ട് ആകാൻ പോവുകയാണ്. ഇതിന്ന് ഒരാളെ നീ ചൂസ് ചെയ്യാൻ പോകുകയാണോ? എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ ഓടിച്ചുവിടാൻ പോവുകയാണോ? ശരിയാ നീ പറഞ്ഞത്. ഞാൻ ഇപ്പൊ പോയി മേക്കപ്പ് ചെയ്യട്ടെ. അതിനല്ലേ ഞാൻ ഷോപ്പിംഗിന് വന്നത്. എന്താ ഇത്? ഇവര് പകൽ സമയത്ത് ഇങ്ങനെ വന്ന് കൊള്ളയടിക്കുന്നല്ലോ. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ വയ്യ. ശരിയാ പറഞ്ഞത്. നമ്മൾ ഷോപ്പിംഗ് വന്ന സ്ഥലത്ത് ഒരു അന്യായം നടക്കാൻ പാടില്ല. വരി പിടിക്കാം. അത് കാണുന്നില്ല. അതിപ്പോ എങ്ങോട്ടാ പോയത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉടനെ നമുക്കൊരു ഹീറ്റിംഗ് ഡയർ ആവശ്യമുണ്ട്. ഇതിനെ കുറിച്ച് നമുക്ക് ജെറിയോടൊന്ന് സംസാരിച്ചാലോ? എനിക്കിപ്പോ അതാണ് ശരിയെന്ന് തോന്നുന്നത്. ഓ, ഇത് ജെറിയുടെ കോളായിട്ട് കണക്ട് ചെയ്യുന്നില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഒരുപക്ഷെ സിഗ്നൽ ഉണ്ടാവില്ല. നമുക്ക് നേരിട്ട് പോയി കണ്ടാലോ? പക്ഷെ ജെറി വിളിക്കുന്നവരെ നമുക്ക് പോവാൻ പാടില്ലല്ലോ. ജെറിയെ നോക്കാൻ പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹേയ്, അത് കണ്ടില്ലേ? പുതിയതായി എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആലക്സ്, കുറെ നാളായിട്ട് ഇത് ഇവിടെ തന്നെയാ ഉള്ളത്. ജെറി കണ്ടുപിടിച്ചൊന്നും ആരും പുറത്തേക്ക് തൂക്കിയിടുന്നില്ലല്ലോ. ഒന്ന് വേഗം വരൂ. എപ്പൊ നോക്കിയാലും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതുവഴി എങ്ങനെ പോണേന്നും കൂടി എനിക്കറിയില്ല. എപ്പോഴും ചെറിയല്ലേ കൂട്ടിക്കൊണ്ട് വരാറ്, അതാണ് വഴി മാറിയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏജൻസി എങ്ങോട്ട് പോയി? ഇതെന്താ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെയുള്ളത്? ഒരുപക്ഷെ വൂപ്പ് ഏജൻസിയിലും മോഷണം നടന്നു കാണോ? അതെങ്ങനെ ചെയ്യാൻ കഴിയും? എനിക്ക് പേടിയാവുന്നു. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെയാന്നാ മനസ്സിലാവാത്ത. എന്താ സാം, നീ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പോലീസ് നെറ്റ്വർക്കിന് കണക്ട് ചെയ്തോണ്ടിരിക്കുക. സാം, പോലീസിനോട് നമ്മൾ പറഞ്ഞപ്പോ ഊപ്പ് ഏജൻസിനെ കുറിച്ച് എന്താ അറിയാന്ന് ചോദിച്ചതല്ലേ? അതുകൊണ്ടാ ഞാൻ നെറ്റ് വഴി കണക്ട് ചെയ്യാന്ന് വെച്ചത്. നേരിട്ട് പോകുന്നില്ലല്ലോ. മനസ്സിലായോ നിനക്ക്? ഇതുപോലെ 2 സ്ഥലത്താ റോബറി നടന്നിട്ടുള്ളത്. ഒരു ഇലക്ട്രോണിക്സ് കടയിലും പിന്നെ ഒരു വലിയ മാളിലും. അതിനർത്ഥം അവരുടെ ടാർഗറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെന്നാ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
സ്ഥലം ഒട്ടും കൊള്ളൂല. എനിക്ക് വല്ലാണ്ട് ബോറടിക്കുക. നമുക്ക് ഊപ്പ് ഏജൻസിക്ക് തിരിച്ചു അതെ, പോവാം. പക്ഷെ ഇപ്പൊ ഊപ്പ് ഏജൻസിനെ ഇല്ലാതാക്കിയല്ലോ. ജെറിയെ വിളിച്ചാലും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. ക്ലോവർ തിരിഞ്ഞു നോക്കല്ലേ, അവിടെ കണ്ട സാധനം എവിടെ ഉള്ളത്? ശരിക്കും ഇവിടെ വന്നാണല്ലോ മുട്ടുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? അവര് കാണാതെ ആക്രമിക്കുകയാണ് ഏറ്റവും നല്ലത്. സൂക്ഷിച്ച്. വേഗം പോ. അതിന്റെ ഉള്ളിൽ പോകരുത്. പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ജെറി എവിടെ പോണെന്ന് അറിയാനായിട്ടുള്ള അവസാന മാർഗം ഇതാണ്. അല്ല, ഇത് രാത്രിയല്ലേ? ഇവിടെ എന്താ പകലായിരിക്കുന്ന? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള കടകൾക്കൊക്കെ എന്താ സംഭവിച്ചേ? എന്തായാലും പോയി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ടേൺ ചെയ്. വേഗം പോ. അവരെ ഫോളോ ചെയ്യണം. അവരെ അങ്ങനെ വിടാൻ പാടില്ല. അകത്ത് എന്തെങ്കിലും തിങ്സ് ഉണ്ടെന്ന് നോക്കൂ അലക്സ്. നോക്കട്ടെ. സൺഗ്ലാസസ്, പിന്നെ ഒരു ഡയറി, വേറെ ഒന്നുമില്ല. ഹേയ്, ഇത് കണ്ടില്ലേ? ടീ പാർട്ടിയിൽ നമ്മൾ എടുത്ത ഫോട്ടോ അല്ലേ ഇത്? എന്ത് ഭംഗിയല്ലേ നമ്മളെല്ലാവരും കാണാൻ. ഈ ഫോട്ടോയില് ജെറിയും ഹാൻഡ്സം ആയിട്ടുണ്ട് അല്ലേ? ഹോ, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താ? ഇത് കണ്ടില്ലേ? നമ്മളെടുത്ത ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. ശരിയാ, എന്നാ ഇത് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാം. ഓക്കേ. അടുത്തേക്ക് ചെല്ല്. ഇവിടെ നോക്കിയേ, ഞാൻ ഇതിൽ വെക്കാം. വളരെ നന്നായി. അവര് കാണാതെ നമ്മൾ അത് ഫിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പൊ ഏത് സ്ഥലം നോക്ക്. നോക്ക്, ബെവർലി. ഇത് രാത്രി സമയമല്ലേ? ഈ സമയം എന്തിനാ ബിവർലി ഹിൽസ് തുറന്നിരിക്കുന്നത്? അതെ, ഇവിടെ മോഡൽസ് ആണല്ലോ ഉള്ളത്. സ്റ്റുഡൻസ് ഒരാളെയും കാണുന്നില്ല. എല്ലാം മാറിയിരിക്കുന്നു. ഇതെന്താ നൈറ്റ് എന്നൊക്കെ പറയുന്നത്? ഇത് പകല. എന്താ പകലില് കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയോ? മാൻഡി, എന്ത്? എന്റെ പേര് ഫീഡിന്നാ. എന്തായാലും ആ പേര് കൊള്ളാം. ആ പേര് ഇപ്പൊ എന്റെ ആണെങ്കിൽ എത്ര നന്നായനെ. ഇത് തമാശ പറയുന്ന സമയമല്ല. വേഗം പറയൂ, സ്ഥലം എന്താ ഇങ്ങനെയായത്? വളരെ മൂകമായിരിക്കുന്നല്ലോ. എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഉള്ളത്. എന്റെ പേര് മാൻഡി എന്നല്ല. ഞങ്ങൾ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് എപ്പോഴും ധരിക്കുന്നത്. ഇതാ, ഇത് നീ വെച്ചോളൂ. ഇത് പോയി ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് വരട്ടെ. ബൈ. നമ്മള് വേറെ ഏതോ ഗ്രഹത്തിൽ വന്നെന്നാ തോന്നുന്നത്. നമ്മള് വേറെ ഗ്രഹത്തിലല്ല, വേറെ കാലത്തിലേക്കാ വന്നിരിക്കുന്നേ. കൊല്ലവർഷം നോക്കിക്കേ, 1975. എന്ത് 75ലോ? ഇനി ഇവിടുന്ന് എങ്ങനെയാ പോവാ? എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടാവുന്നില്ല. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വീട്ടിൽ പോകണം. കൂട്ടുകാരെ, സമാധാനിക്ക്. ജെറിയെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് പോകാം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. സാഹചര്യം മനസ്സിലാക്കി പെരുമാറണമെന്നാ ഞാൻ പറയുന്നത്. പിന്നെ ഈ കോസ്റ്റ്യൂം കണ്ട ആർക്കെങ്കിലും സംശയം തോന്നുകയും ചെയ്യും. ഇത് കൊള്ളാം. ഈ ഡ്രസ്സിൽ ഭയങ്കര തമാശ തോന്നിക്കുന്നു അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും മാറ്റമുണ്ട്. പക്ഷെ എനിക്കാണ് ഈ ഡ്രസ് പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആവുന്നത്. ഓ, ഇനി കാറിന്റെ മോഡല് മാറ്റാം. കാറിന്റെ മോഡൽ എല്ലാം മാറ്റാൻ കഴിയുന്നുണ്ടല്ലോ. ഇതുവരെ ഞാനിത് അറിഞ്ഞില്ല. ആ ട്രാക്കിംഗ് സിസ്റ്റമിൽ ഇതാണ് വഴി കാണിക്കുന്നത്. ഈ വഴിയെ പോയ വേഗം കണ്ടുപിടിക്കാം. നല്ലോണം ഓർക്കണം, ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. അതനുസരിച്ച് വേണം പെരുമാറാനും. എന്താ ഇത്? ഒരുപക്ഷെ ഇത് 70s വന്ന സെൽഫോൺ ആയിരിക്കോ? ആ സമയത്ത് സെൽഫോൺ ഒന്നുമില്ല. ഈ ലോക്കൽ ഫോണേ ഉള്ളൂ. പറയാൻ പറ്റില്ല, സിഡിയും ആയിരിക്കാം. ഹേ അലക്സ്, അവിടെ നിൽക്കേ. അലക്സ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റില്ല. ആദ്യം എന്നെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോ. ഇവിടുത്തെ ഗാഡ്ജറ്റ്സ് ഒന്നും കൊള്ളൂല. എല്ലാം പുതിയതായിട്ട് തോന്നിക്കുന്നു എനിക്ക്. നമുക്ക് വന്ന ജോലി എന്താന്ന് വെച്ചാ ചെയ്യാം.
കൊള്ളാമല്ലോ. പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ സാധനങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുവന്നല്ലോ. ഹേയ്, കൊണ്ടുവന്നതൊക്കെ ശരിക്കും അടുക്കി വെക്ക്, എങ്കിലേ ജോലി തീരുകയുള്ളൂ. ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കാതെ പോയി പണിയെടുക്ക്. ഓക്കെ ബോസ്, അതിനു മുമ്പ് നമ്മുടെ സിമ്പിൾ. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച് അവരെന്തായി കാണിക്കുന്നത്? ആ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയോ വെച്ച് കണ്ട നല്ല ഓർമ്മയുണ്ട്. അത് നമ്മുടെ ജെറിയല്ലേ? ജെറി ഇപ്പൊ 70s ലുക്കിലാണ്. ഹേയ്, എനിക്ക് ലേഡീസിന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. അകത്താരെങ്കിലും ലേഡീസ് ഉണ്ടോ? ഇല്ല ബോസ്, അത് നിങ്ങളുടെ വെറും തോന്നലാണ്. നിങ്ങൾ പേടിക്കണ്ടമ്മേ. ബോസ്, നിങ്ങൾ പറഞ്ഞതുപോലെ ആ 3 ഗേൾസ് അവിടെ ഉണ്ട്. ഞങ്ങളുടെ ഊപ്പ് ഏജൻസി ഇല്ലാതാക്കിയില്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങളെ ഈ സ്ഥലം ഇങ്ങനെ ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനിത് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ജെറി. നിങ്ങൾക്ക് ഞങ്ങൾ ഓർമ്മയില്ലേ? ഇപ്പൊ എന്ത് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ജെറി? ഞങ്ങൾ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ. ജെറി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൂപ്പ് ഏജൻസ്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് പറ ജെറി, ഞങ്ങൾക്ക് വല്ലാതെ ദേഷ്യമുണ്ട്. നിങ്ങൾ വൂപ്പ് ഏജൻസിയിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫ്യൂച്ചറിൽ നിന്ന് വന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഞാനല്ല, ഞാൻ ഇവിടെ ഉള്ള ആളാണ്. എന്താ നിങ്ങളില്ലേ? തീർച്ചയായും ഞാനല്ല. ഇവനാണ് വൂപ്പ് ഏജൻസിൽ ആദ്യമായി ഉണ്ടായിരുന്ന ആൾ. അതെ, ഞാൻ വൂപ്പ് ഏജൻസിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴേ എനിക്ക് ഓരോന്ന് ഓർമ്മ വരുന്നേ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ജെറിയല്ല. നിങ്ങൾ വേറെ ആരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ വെറുതെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് കുറെ ജോലിയുള്ളതല്ലേ, പോയി വിശ്രമിച്ചോളൂ. ശരി, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി അങ്ങനെയൊക്കെ പറയും. നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ഞങ്ങളെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒരു വീശ വന്നാലുണ്ടല്ലോ താഴെ പതിക്കും. ഓ, എന്നോടാണോ? നിങ്ങൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ഏജൻസീസ് അല്ലേ? പക്ഷെ ഞങ്ങൾ മനുഷ്യരെ നശിപ്പിക്കുന്ന ഏജൻസീസ് ആണ്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയോ? ഞാൻ എത്ര പേരുടെ കഥ കഴിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിന്റെ ലിസ്റ്റ് എടുക്കണം. ഫ്യൂച്ചറിൽ നിന്ന് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് ഞാൻ സൃഷ്ടിച്ചത് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നിങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതാണ് എനിക്ക് ദേഷ്യം. നിങ്ങളുടെ കഥ അപ്പോഴേ തീർത്തിരിക്കണം. പിന്നെ എന്തിനാ ഫ്യൂച്ചറിൽ വന്ന് നിങ്ങൾ മോഷ്ടിച്ചോണ്ട് പോന്നേ? ശരി, ഞങ്ങളുടെ ജെറി എവിടെയാ ഉള്ളതെന്ന് വെച്ചാ പറ പ്ലീസ്. നിങ്ങളത് പറയാൻ പറ്റില്ല. നിങ്ങൾ ആകാശത്തിൽ തൂങ്ങിക്കിടന്നേക്ക്, എന്നാലേ നിങ്ങളുടെ അഹങ്കാരം തീരുള്ളൂ. ചോദ്യങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അതിന് പറ്റിയ സ്ഥലം അതാണ്. നിങ്ങൾക്ക് ഒരു ഡാൻസ് വേണം, ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് ഇപ്പൊ ഞങ്ങളെ താഴെ ഇറക്കി വിടുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. ഞങ്ങളെ വെറുതെ ദേഷ്യപ്പെടുത്തരുത് കേട്ടോ. നിങ്ങൾ വളരെ അധികം സംസാരിക്കുന്നു. നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞതൊക്കെ മറന്നിട്ട് ഒന്ന് വെറുതെ വിട്ടാ കൊള്ളാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിക്കോളാം. എല്ലാം പറഞ്ഞതിന് ശേഷം ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ജീവിതകാലം മുഴുവൻ ഇനി നിങ്ങൾ ഇവിടെയാണ്. ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ നിങ്ങളെ പിന്നീട് വന്ന് കാണാം. ബൈ. ഇപ്പൊ എനിക്ക് സമയം തീരെയില്ല കേട്ടോ. അതെന്താ 70s വില്ലനൊക്കെ ഇങ്ങനെ? നമ്മളെ കൊന്നു കഴിഞ്ഞാൽ ജെറി ആരെ രക്ഷിക്കുക? ജെറി എവിടെ പോയെന്ന് അറിയുന്നില്ലല്ലോ. നമുക്ക് അപകടം വരുമ്പോ ജെറിയെ വിളിച്ച് ചോദിക്കാറ്. ഇപ്പൊ ആ ജെറി എന്നെ എവിടെ പോയെന്ന് അറിയുന്നില്ല. എനിക്കൊക്കെ പേടിയാവുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഇതാ, ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്തായാലും രക്ഷപ്പെട്ടല്ലോ അലക്സ്. അല്ലെങ്കിൽ പണി കഴിഞ്ഞേനെ. എന്തായാലും നമുക്കിപ്പോ തിരിച്ചു പോയാലോ നമ്മുടെ സമയത്തിലേക്ക്? ശ്രദ്ധിക്കേ, അവിടെ എന്തോ ഒന്നുണ്ട്. നമുക്കത് പോയി നോക്കാം. ഇത് ഓൺ ചെയ്ത് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നു തോന്നുന്നു. ഞാനിത് ഓൺ ചെയ്യാൻ പോവുകയാണേ. ജെറി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതേ മാർഗമുള്ളൂ. പോകാം നമുക്ക്. എല്ലാം ഇപ്പൊ റെഡിയാണ്. റെഡിയല്ലേ? വേഗം ഓട്. Oh God.
അതെന്തിനാ എല്ലാരും ഓടിക്കൊണ്ടിരിക്കുന്നത്? വെൽക്കം ടു സ്റ്റുഡിയോ. ഓ കമാൻ, നിങ്ങളായിരുന്നോ? ഓ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിങ്ങൾ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? പോയി ഇവിടെ. നിങ്ങൾ ഞങ്ങളുടെ പഴയ ജെറിയാണെന്നുള്ള കാര്യം മറന്നു. സോറി ജെറി, ടെൻഷൻ കൊണ്ട് ഒന്ന് തല്ലിപ്പോയതാ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്റെ ആൾക്കാർ അറിഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിക്കും. എന്നെ വിട. ഞാൻ പറയുന്ന ഒന്ന് കേക്കു ജെറി. നമ്മളൊക്കെ വൂപ്പ് ഏജൻസ് ആണ്. നിങ്ങൾ തെറ്റായ ആൾക്കാരോട് ചേർന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ആ ടൈം മെഷീൻ ഉണ്ടാക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞു. അതവൻ മോഷ്ടിച്ചെടുത്ത് നിങ്ങൾ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ഫോട്ടോ കണ്ടാ മനസ്സിലാവും. ഇതൊന്ന് നോക്കിയേ. ജെറി ഫ്യൂച്ചറിൽ ഇതുപോലെ ഉണ്ടാകാം. ഓ, ഞാനാണോ അത്? ആട്ടെ, എന്റെ മുടി ഇവിടെ പോയി. എനിക്കറിയാം നിങ്ങളായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുമെന്ന്. നിങ്ങൾ ആരും ഇവിടെ ക്ഷണിച്ചില്ലല്ലോ. നീ എന്തിനാ ഇവിടെ വന്ന്? പുറത്തു പോ. ബഹുമാനമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ഞാൻ മനസ്സ് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ശരി, പിന്നീട് കാണാം. അവരിത് ലോക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് പുറത്ത് കിടക്കുക? ഒരുപാട് സംസാരിച്ചു. ജെറി വേഗം വരൂ. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നം. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. അലക്സ്, ആ ഗ്ലോർ എടുത്ത് ഇങ്ങോട്ടിട്. എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ദാ അവര് രക്ഷപ്പെടുന്നു. Come on guys, നമ്മൾ ആരാന്ന് അവനൊന്ന് കാട്ടിക്കൊടുക്കാം. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. എന്റെ അടുത്ത് കളിക്കല്ലേ. അവൻ എന്താ ചെയ്യുന്നു? അലക്സ് വേഗം അവനെ തടയൂ. വേണ്ട, പോകരുത്. എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇവനെ തടയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നൊന്ന് പറയാമോ? അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. നീ വേഗം ഒന്ന് വാ. അവനെ തടയുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് പോലെ കേട്ടാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഓ, എന്താ ഇത്? നിങ്ങളെന്നെ തട്ടിക്കൊണ്ടു പോവാൻ നോക്കുകയാണോ? ശരി, എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നേ? ജെറിയെ ഒരു പക്ഷേ അവര് കൊണ്ടുപോയി കാണൂ. എന്താ ഇത്? ഇതിൽ ആരാണ് ശരിക്കുള്ള ജെറി? ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വൂപ്പ് ഏജൻസി പോലെ ഉണ്ടല്ലോ. പക്ഷെ ജെറി എവിടെ? ഞാൻ നിങ്ങളുടെ കൂടെ ദാ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ജെറി തിരിച്ചു എത്തിക്കഴിഞ്ഞു. ഞാൻ തന്നെ. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഭാഗ്യം, നമ്മളിവിടെ വന്നല്ലോ, അത് മതി. ഇപ്പോഴാ നിങ്ങൾ ഞങ്ങളുടെ പഴയ ജെറി ആയത്. ആ ഹെയർ സ്റ്റൈൽ ഒട്ടും കൊള്ളില്ല. എങ്ങനെയാണോ നിങ്ങൾ സഹിച്ചത്? എങ്ങനെ നിങ്ങൾ ആ കാലത്തിലോട്ട് പോയത്? ശരി, എല്ലാത്തിനും മാറ്റം വന്നല്ലോ. ഇനി അതിനെപ്പറ്റി എന്തിനാ സംസാരിക്കുന്നത്? നമ്മുടെ പ്രോജക്റ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇനി എല്ലാം കണ്ടിന്യൂ ചെയ്യണം. ശരി, നമ്മുടെ ജോലി നമുക്ക് തുടങ്ങാം. ശരി, ആ ബ്ലാക്കിക്ക് എന്ത് പറ്റി? ഓ, അവനെ പറ്റി സംസാരിക്കാൻ പാടില്ല. ഞാൻ അവനെ മറക്കാൻ ശ്രമിക്കുകയാണ്. ദാ ഇത് കണ്ടില്ലേ? ഇത് എന്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് ഞാൻ എടുത്തോണ്ട് വന്നു. ഹായ് മാൻഡി, എത്ര നേരം വെച്ചാ നിന്നെ ഞാൻ കാത്തിരിക്കുന്നത്. വേഗം വാ മോളെ. എന്താ വേണ്ടെന്ന് ആദ്യം പറ. ഞാനെന്താ കൊച്ചുകുട്ടിയാ മോളെ എന്നൊക്കെ വിളിക്കാനായിട്ട്? എല്ലാ കാര്യങ്ങളും നോർമലായെന്ന് വിചാരിക്കുമ്പോ നന്നായിരിക്കുന്നു. ക്ലോവർ എന്താ ചെയ്യുന്നത്? ഏയ് ക്ലോവോ, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാ? അതും നീ ഇവിടെ തനിച്ചാണല്ലോ. നീ ഏതോ ഡേറ്റിങ്ങിന് പോണെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഉറപ്പായിട്ടും ചെയ്യും, പക്ഷെ വേഗത്തിലൊന്നുമല്ല. വളരെ സ്ലോ ആയിട്ടേ ചെയ്തോളൂ. അങ്ങനെയാ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ശ്രമിച്ചു നോക്കാം. വാവ്, ആളാരാന്ന് പറ. ഞാൻ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഞാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി കഴിഞ്ഞു. 2 മണിക്കൂറോ? എന്താ നുണ പറയുകയാണോ? ഹേയ്, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ സത്യാ പറയുന്നത്. നിങ്ങളുടെ അടുത്ത് എന്തിനാ ഞാൻ നുണ പറയാൻ പോകുന്നത്? ആഗ്രഹിച്ചാലും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ,
നീ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞങ്ങള് പോകുക. ബൈ. ക്ലോവർ നമ്മളടുത്ത് പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്യും ഞാൻ വിചാരിച്ചതേ ഇല്ല. സാരയില്ല, പോട്ടെ. ഞാൻ അവളോട് ക്ഷമിച്ചു. അവൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും പുതിയതായിട്ട് ഓർത്തുകൊണ്ടേയിരിക്കും.